ഇന്ന് ഞാൻ എൻ്റെ അപ്പയോടൊപ്പം കിൽഡർ പോയപ്പോൾ മരത്തിന് ചവിട്ടിയെന്ന് എനിക്കൊരു സാധനം കിട്ടി. ഇതെന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? സൂക്ഷിച്ചു നോക്ക്. ഇതിന്റെ പേര് ബുള്ളറ്റ് ഷെല്ല് എന്നാണ്. വീഡിയോ ചെയ്യുമ്പോൾ ബാക്കി ഒരെണ്ണാണിത്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പനത് ഗൺ പൗഡർ ഉണ്ടപ്പേ. മണ്ണാണടാ? അല്ല, മണത്തോക്ക് സ്മെല്ലുണ്ടാ? എനിക്ക് ആ സ്മെല്ലിന്റെ ഒരു സ്മെല്ല് പോലെ ഉണ്ട്. പക്ഷെ അത് ഗൺ പൗഡർ തന്നെയാണോ? കത്തിച്ചോക്ക, ഇതിനകത്ത് വെച്ച് കത്തിച്ചോക്ക. പ്ലേറ്റ് ചീത്തയോ? ഇല്ല ഇല്ല, കത്തോ? കത്ത് കത്ത് പെട്ടെന്നായിക്കോട്ടെ. തീ ശരിക്കും വരട്ടെ. ആ കത്തിക്കട്ടെ. കത്തിയില്ലല്ലോ. ചെറിയ ശബ്ദം കേട്ട് അല്ലേ? നല്ലോണം കത്തിയിട്ട് തീ കൊണ്ട് നോക്കണം. മുരിയണ സൗണ്ട് അല്ലേ? ടിഷ്യൂ പേപ്പറിന്റെ ഉള്ളിട്ട് കത്തിച്ച് നോക്കിയാലോ? പേപ്പർ എടുക്കുക. എല്ലായിടത്തും ചുറ്റിനും കത്തിക്കാൻ. മാറിയേക്കണോ? പറഞ്ഞോതിരിക്കാനേ ഇങ്ങനെ പിടിക്കാം. കൂട്ടി നോക്കട്ടെ, എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടാവും നോക്കട്ടാ. ഒന്നും കാണാൻ പറ്റുള്ളല്ലോ. തീയിട്ട് ഒരു തുള്ളി പോലും കത്തിയില്ല. ഫ്ലോപ്പ്. കൊറേ നാളായതുകൊണ്ട് ആ പൗഡർ മുളച്ചുണ്ടല്ലേ? ഇതേ കൊമളച്ചു വന്നു. ഇതൊക്കെ സൂം ചെയ്യുമ്പോ കാണാറുണ്ട് അല്ലേ? ഉരുകി. ഗൺ പൗഡർ കൊറേ നാളായല്ലേ ഇത് അവിടെ കിടക്കണേ? കൊറേ നാളായിട്ടുണ്ടാവുമല്ലോ. മഴയൊക്കെ നനഞ്ഞേ. ഇവനെ മരത്തിന്റെ ചോട്ടിൽ നിന്ന് ചുമ്മാ കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് അവന് കിട്ടിയൊരു സംഭവമാണിത്. അപ്പൊ ആ സമയത്ത് നമ്മള് ചുമ്മാ തമാശക്ക് ഇത് എടുത്തിട്ട് വന്നെങ്കിലും ഇവനോട് വീട്ടിൽ വന്നിട്ട് ചുമ്മാ അതിനകത്ത് ഇങ്ങനെ ഇളക്കി നോക്കിയപ്പോഴത്തേക്ക് എന്തൊരു സ്മെല്ല് വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പ്രതീക്ഷിച്ച പോലെ അതിനകത്ത് നിന്ന് ചെറിയൊരു എന്താ പറയുക, ഒരു ഗൺ പൗഡർ പോലെ സംഭവം കിട്ടി. പക്ഷെ അത് കുറെ നാളഞ്ഞ് നനഞ്ഞ് കിടന്നത് കൊണ്ടാണോന്നൊന്നും അറിയില്ല. ഫുള്ള് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. എന്തൊരു മുരിയണ പോലത്തെ ഒരു സംഭവം, ഇതിനൊരു സ്പാർക്ക് അങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത്രയും ഭാഗമാണ് നമുക്ക് കിട്ടിയത്. ഇതിന്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പർത്തില ഫുഡിന്റെ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ എൻ്റെ അപ്പയോടൊപ്പം ഇറ്റ്സ് മീ ലീബ്രോൺ. ഗുഡ് ബൈ.